ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചെറിയ മിനി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എന്താ വെച്ചാൽ കല്യാണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ മഞ്ചേരിയില്ല മേരാറിന ഷോപ്പിൽ ആണ് കയറിയിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാർട്ടി വെയർ കളക്ഷൻസ് നല്ല ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസാണ്. വെസ്റ്റേൺ ആയാലും നല്ല മോഡേൺ ഡ്രസ്സുകൾ കേട്ടോ. എടുത്തരുന്ന ആൾക്കാർക്കായാലും അത്യാവശ്യം ഫാഷനിലെ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പല കളറും കാണിച്ചു തന്നു, പക്ഷേ ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഇല്ലോണ്ട് എനിക്ക് ആ ഒരു കളർ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ മിസ്സ് പർച്ചേസ് ചെയ്യണ കണ്ടിരുന്നു ഒരു ഡ്രസ്സ് ഇവിടെ. അപ്പോൾ ആ ഡ്രസ്സ് നോക്കി, പക്ഷേ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. പക്ഷേ കളർ കോഡ് ഇല്ലോണ്ട് ഈ കളറല്ല കോഡ്. അപ്പോൾ കളർ കോഡ് തിരഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഓഫ് വൈറ്റ് കളറ്. പക്ഷെ എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഹൈലൈറ്റ് മാളിൽ വരെ എത്തിയിട്ടുണ്ട്, ഞാൻ ഓഫ് വൈറ്റ് കളർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓഫ് വൈറ്റ് കളർ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് മോഡൽ, ഏത് ഗൗണായാലും സ്കേർട്ടായാലും പലാസ ആയാലും സറാറായാലും ഒക്കെ ഓഫ് വൈറ്റ് കളർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യണേ. വെസ്റ്റേൺ ആയാലും അത്യാവശ്യം നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം മോഡൽ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കളർ തീം ഇല്ലാണ്ടാണ് നമ്മൾ ഈ കളർ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനിത് ഒരിക്കലും ചൂസ് ചെയ്യില്ല. കാരണം കുട്ടികളില്ലാതല്ലേ ഡ്രസ്സിൽ അഴുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ഡ്രസ്സേ നമ്മൾ ട്രയൽ ചെയ്തിട്ടുള്ളൂ. ഒന്നോ രണ്ടോ ഡ്രസ്സ്, ഒരു ഡ്രസ്സേ ട്രയൽ ചെയ്തിട്ടുള്ളൂ. അതന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക ചെയ്തത്. അധികമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. എനിക്ക് കിട്ടി. എനിക്ക് ഈ ചുരിദാർ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ചുരിദാർ എനിക്ക് വേറൊന്നും കൂടി 2 ദിവസം മുന്നേ നമ്മൾ JBZ നിന്നും ഏകദേശം ഈ കളറും തന്നെയാണ് ചുരിദാറുമാണ്. അപ്പോൾ ചുരിദാർ പർച്ചേസ് ചെയ്യാൻ ഈ മോഡൽ എനിക്കൊരു മടി ഇതാക്കിയില്ല. പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതേപോലത്തെ 1-2 കൂടി നോക്കി പിന്നെ നമ്മളൊന്നാണ് പർച്ചേസ് ചെയ്യുക ചെയ്തത്. ഇത് ഹസ്ബൻഡിനായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ്, കുഞ്ഞു ഫോട്ടോസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എടുത്തു കണ്ടോ. ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോയാൽ എൻ്റെ മക്കളിൻ്റെ വെയ്ത്താലെ പോരും. പിന്നെ കുറച്ച് വെസ്റ്റേൺ കളക്ഷൻസ് നോക്കി തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മോഡൽ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ വെസ്റ്റേണിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിൻ്റെ അപ്പുറമായി ചുരിദാറിന് തന്നെ പ്രൈസ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ല. പിന്നെ വാങ്ങാൻ വിചാരിച്ച് അവിടെ തന്നെ വെച്ച് പോന്നു. 2-3 ഡ്രസ്സ് നമ്മൾ ട്രയൽ ചെയ്തിട്ടോ. ഇത് ഓവർ സൈസാണ്. ഇത് XXL ആണ്. XL ആണ് കുറച്ചും കൂടി. XL ലാർജ് XL ആണ് ഞാൻ യൂസ് ചെയ്യല്. ലാർജ് മതി ശരിക്കും എനിക്ക്. പക്ഷേ ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കറക്റ്റ് സൈസുമാണ് എനിക്ക് ഇട്ടിട്ട്. ആ കളർ എനിക്ക് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നമ്മൾ എടുത്തില്ല. പെട്ടെന്ന് അത് ബില്ലാക്കിയിട്ട് നമ്മൾ പോരുക ചെയ്തത്. പിന്നെയും പല കളക്ഷൻസും ഉണ്ട്. ഷർട്ട്സിലൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. ഞാൻ കണ്ടുവച്ച് പോകുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വൈകാതെ ഞാൻ പോയി എടുത്തു പോരത്. പിന്നെ നമ്മൾ കുറേ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കണ്ടോ, മിററൊക്കെ ഉണ്ട്. അതിലൊക്കെ നോക്കി കുറച്ച് പട്ടിഷോയൊക്കെ കേട്ടെ നമ്മൾ. അപ്പോൾ അതിന് മൂപ്പര് ബില്ലൊക്കെ ആക്കി ഒക്കെ സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഷോപ്പിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. പിന്നെ മക്കളെയും കൊണ്ട് പോയാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഓല അടങ്ങി നിൽക്കൂല. അങ്ങനെ ഓൽക്ക് ഓടിച്ചാടി നടക്കണം. ഞങ്ങൾ ഇങ്ങനത്തെ ഷോപ്സ് തിരഞ്ഞു പോകാറാണ്. കാരണം ആളും കുറവായിരിക്കും, മക്കൾക്കും തന്നെ വിശാലമായിട്ട് നടക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഷോപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഡിസ്പ്ലേക്ക് വെച്ച പല കളർ ഡ്രസ്സ് ഇട്ടിട്ടോ. നല്ല ഭംഗിയില്ല ചുരിദാറുകൾ, നല്ല ഭംഗിയില്ല. ഇത് കളർ തീമില്ലോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അതിലേതെങ്കിലും കളറേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, ബില്ലാക്കി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വണ്ടി കയറി. പാർട്ടി വെയർ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഷോപ്പിക്ക് കയറണം എന്ന് കരുതാനല്ല, ഇതുവരെ ഞാൻ ഈ ഷോപ്പിക്ക് ഇന്ന് വരെ ഇത് കാണലുണ്ട്. കാണുമ്പോൾ ഇവിടെ ഷോപ്പ് തുടങ്ങി തമ്മിൽ പറയുന്നില്ല, ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കയറി നോക്കിയതാണ്. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്. കയറിയത് എന്തായാലും എനിക്ക് നഷ്ടമായില്ല. പിന്നെ നമ്മൾ JBZ നിന്ന് ഒരു ചുരിദാർ ബിറ്റ് എടുത്തിരുന്നു. അതും വൈറ്റ് കളറായപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇവിടെ വെസ്റ്റേൺ കളക്ഷൻസ് ഇഷ്ടം പോലെ, ഷർട്ട്സ് ആയാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഇതൊക്കെ ജുബിട്ട കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നൊരു സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ദീപുണ്ട് അവിടെ ടേബിൾമ കളിക്കണ്. അറബിക് ഗൗണിൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി.
അറബിക് ഗൗണിൻ്റെ കളക്ഷൻസ് ചുരിദാറായാലും ഇല്ലത് നല്ല സെലക്ഷനുള്ള ചുരിദാറുകളാണ്. ഞാൻ വൈറ്റ് ആയതുകൊണ്ടാണ് റിട്ടേൺ കൊടുത്തത്. എനിക്ക് ആ ചുരിദാർ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് കളറിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ മാറ്റിയതാണ്. കാരണം ഒരു ചുരിദാറും വൈറ്റ്, രണ്ടാമത്തെ ചുരിദാറും വൈറ്റ് ആവണ്ട വിചാരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ വന്നത്. കണ്ടോ ഈ ഗൗണൊക്കെ ഞാൻ ജൂബി ഇട്ടത് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് വാങ്ങണം എന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നോക്കാം, വാങ്ങിക്കണം. പിന്നെ സിബുവിനോട് സംസാരിച്ചപ്പോൾ പിന്നെ ഓക്ക് അറിയാത്ത ആൾക്കാരല്ലേ, അപ്പോൾ അതിൻ്റെ അതുണ്ട്. പിന്നെ ബാസിക്കാക്കും ജുബിത്താത്തിയും വന്നു. പിന്നെ ഓലോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു വന്നു. പിന്നെ നമ്മൾ പോന്നിട്ടോ, നമ്മൾ യൂട്യൂബറാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ബിഗിനേഴ്സാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഉണ്ടോ പെച്ചിയും കുട്ടികളും ഇവിടെ ഇരിക്കണത്. ഏത് ഡ്രസ്സ് കാണിച്ചു കൊടുത്താലും പറ്റാത്ത പെച്ചാണ് ഓലപ്പെച്ചി. ഏത് കാണിച്ചു കൊടുത്താലും ആ ചങ്ങായിക്ക് പറ്റും. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ മുപ്പരതിടാനേ പറ്റും. അത് രസമല്ല, അതിടല്ലേ കാണുന്നുണ്ടോ നിങ്ങൾ? നിനക്കറിയില്ല ഗൈസ്, ഇവിടെ നോക്കി ഒരാളെ കാട്ടണത് ആണെങ്കിൽ കണ്ടോളൂ. ഇനി നിങ്ങളിത് കാണൂല. എന്താണ് ഈ കുട്ടി ബാക്കിൽ നിൽക്കുന്നത് നോക്കുമ്പോൾ ഇതാക്കണത്? ബാക്കിൽ നിന്ന് ഏട്ടൻ്റെ പോപ്കോൺ ഒരു കവറ് തിന്ന് തീർത്ത്.